സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഷാലോമിൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം കുമ്പസാരം, അനുരഞ്ജന കൂദാശ എന്നുള്ളതായിരുന്നു. ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇതേ വിഷയത്തിലുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനും ക്ലാസ്സുകളിൽ എടുക്കുവാനും നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത സഹായമെത്രാനും CBCI ദേവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിനന്ദ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. പിതാവിന് വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മോടൊപ്പമായിരിക്കുന്നത് ബെമ്പുവ ഹോളി ക്രോസ് സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ്. നിങ്ങളും വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരാണ് ചോദിക്കുന്നത്? സിന്ധു ടീച്ചർ ചോദിച്ചോട്ടെ. പിതാവേ, എൻ്റെ സംശയം ഇതാണ്. നല്ല കുമ്പസാരത്തിന് വേണ്ടി ജനങ്ങൾക്ക് 5 കാര്യങ്ങൾ തിരുസഭ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നല്ല കുമ്പസാരം നടത്തി കൊടുക്കാൻ വൈദികർക്ക് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? ഉദാഹരണമായി ഊറാറ ധരിക്കാതെ കുമ്പസാരിപ്പിച്ചാൽ അത് സാധുവാകുമോ? ചിലപ്പോഴൊക്കെ അച്ഛന്മാർ ഷർട്ടൊക്കെ ഇട്ട് കുമ്പസാരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കും. ഷർട്ടൊക്കെ ഇട്ട് വെല്ലിച്ചന്മാരൊക്കെ ആണെന്നാണ് പറയുന്നത്. ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. വലുതല്ല, കൊച്ചച്ഛൻ ഷർട്ടിട്ടാലും പ്രശ്നമാണ്. യെസ്, ടീച്ചറിൻ്റെ ചോദ്യം വളരെ വ്യക്തതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് വൈദികരായ നമ്മളോടുള്ളൊരു ചോദ്യമാണ്. അതായത് നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ 5 എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വാസികളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിർദ്ദേശം അച്ഛന്മാർക്കുണ്ടോ? നന്നായി കുമ്പസാരിപ്പിക്കാൻ വേണ്ട ഒരു 5 നിർദ്ദേശം ഈ അച്ഛന്മാർക്ക് കൂടെ കൊടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു മട്ടിലാണ് ടീച്ചർ ചോദിച്ചത്. പിതാവിനോടായിരിക്കും അത് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണെങ്കിൽ അതൊരു നല്ല ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കൂദാശ അതിൻ്റെ പരിപൂർണതയിൽ, പരിശുദ്ധിയിൽ പരികർമ്മം ചെയ്യാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകിയാണ് ഓരോ വൈദിക വിദ്യാർത്ഥിയെയും സഭ പൗരോഹിത്യത്തിലേക്ക് ഒരുക്കുന്നത്. അത് ഒരു സൈഡ് ബിസിനസ് പോലെ നടത്തുന്നതല്ല. വൈദിക പരിശീലനത്തിൽ ഒരുപക്ഷെ ഒരൊറ്റപ്പെട്ട കാര്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു കാര്യമില്ല. അതുകൊണ്ട് കുമ്പസാരം, ഓരോ പാപവും ഇന്ന പാപം പറഞ്ഞാൽ അതിനെന്ത് മറുപടി പറയണം, എന്ത് ഉപദേശമാണ് അതിന് കൊടുക്കേണ്ടത് എന്ന് പോലും ഇത് പഠിപ്പിക്കുന്ന വൈദികരുടെ അടുക്കൽ ഈ ഷമ്മാശൻ വൈദികൻ പറയുന്ന പാപങ്ങൾക്ക് മറുപടിയായി ഷമ്മാശൻ അത് പറഞ്ഞു കേൾപ്പിക്കണം. തെറ്റിപ്പോയാൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തെ പരിശീലിപ്പിക്കും. അങ്ങനെ സഭ വളരെ ശ്രദ്ധയോടെയാണ് ഈ കാര്യം പരിശീലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പട്ടം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം അങ്ങ് കുമ്പസാരക്കാരനായിട്ട് അവതരിക്കുകയല്ല. സഭാമാതാവ് ഈ കാര്യത്തിൽ വളരെ നിഷ്ഠ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരം എന്ന കൂദാശ കൃത്യമായി അനുഷ്ഠിക്കാൻ വൈദികർക്ക് സഭ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലൊരു നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്, പ്രായശ്ചിത്തത്തെക്കുറിച്ച് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞത് ഓർക്കുക. ഇനി കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ കരുണയോടെ പ്രവർത്തിക്കണം. നീ അതും ചെയ്തോടാ എന്നും ചോദിച്ചുകൊണ്ട് ചൂടാകരുത്. നീയൊക്കെ എന്നാ കാണാനാടാ കുമ്പസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചൂടാകുക. അങ്ങനത്തെ മനോഭാവങ്ങൾ പാടില്ല. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ ഈശോമിശിഹായുടെ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകനാണ്. ഏത് വലിയ പാപം പറഞ്ഞാലും ആ വ്യക്തിയെ കരുണാർദ്രമായ സ്നേഹത്തോടെ സമീപിക്കണം. ഇതാണ് കുമ്പസാരിപ്പിക്കുന്ന വൈദികനോടുള്ള സഭയുടെ ഒന്നാമത്തെ നിർദ്ദേശം. കാരുണ്യത്തിൻ്റെ മുഖം, ഈശോയുടെ കരുണയുടെ മുഖം അനുഭവിക്കാനുള്ള വേദിയായി കുമ്പസാരക്കൂടിനെ എല്ലാ പാപികൾക്കും വൈദികൻ അനുഭവവേദ്യമാക്കണം. രണ്ടാമതായി, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അനുതപിച്ച് അവൻ്റെ പാപത്തെക്കുറിച്ച് ഏറ്റുപറയുമ്പോൾ
പരമാവധി ചോദിക്കാവുന്നത് ആ പാപം എത്ര തവണ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ സിനിമയെ കാണുന്നത് പോലെ ഇച്ചിരൂടെ പൊലിപ്പിച്ച് പറഞ്ഞ്, അതൊക്കെ ഈ കഥാകൃത്തിൻ്റെ വളരെ വികൃതമായ ഭാവനകളാണ്. ഒരു വൈദികനും അങ്ങനെയൊന്നും ചോദിക്കുകയല്ല. അത് കുമ്പസാരത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ചില വിവരദോഷികൾ എഴുതുന്ന തിരക്കഥയിലാണ് ഇപ്രകാരം കുമ്പസാരത്തെ ആക്ഷേപിക്കുന്ന പല രംഗങ്ങളും ഉള്ളത്. പക്ഷേ കുമ്പസാരം എന്ന കൂദാശയെ സ്നേഹിക്കുന്ന, അതിനെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരുടെയും ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള അപമാനിക്കുന്ന രംഗങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് വൈദികനുള്ള രണ്ടാമത്തെ നിർദ്ദേശം. ആവശ്യമില്ലാത്ത ഒരു ചോദ്യവും ചോദിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ജിജ്ഞാസയെ പ്രതി ചോദിക്കാൻ പാടില്ല. മൂന്നാമതായി വൈദികർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഇപ്പം 6-ാം പ്രമാണം ലംഘിച്ചു എന്നൊരു വ്യക്തി പറഞ്ഞാൽ ആരുടെ കൂടെയാണ് അത് ലംഘിച്ചത് എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ നിങ്ങളോട്ട് പറയാനും ബാധ്യസ്ഥരല്ല. കാരണം എന്താണ്? അത് ചാവുദോഷത്തിന് കീഴിൽ വിലക്കിയിരിക്കുന്ന കാര്യമാണ്. 4-ാമത്, ഈ വ്യക്തി പാപം ഏറ്റുപറഞ്ഞ വ്യക്തിയുടെ പാപം ഒരു കാരണവശാലും മറ്റൊരാളോട് വെളിപ്പെടുത്തുകയോ ആ വ്യക്തിയെ ഈ പാപം ഏറ്റുപറഞ്ഞു എന്ന ഇന്ന പാപം ചെയ്ത വ്യക്തിയാണല്ലോ എന്ന ധാരണയോടുകൂടി പിന്നീട് എപ്പോഴെങ്കിലും ആ വ്യക്തിയോട് പെരുമാറാനും പാടില്ല. ഏതെങ്കിലും വിധത്തിൽ ആ വ്യക്തിയെ അവഗണിക്കാനോ ഒറ്റപ്പെടുത്താനോ പാടില്ല. ആരും വലിയ വർത്തമാനമൊന്നും പറയണ്ട, നിങ്ങളുടെയൊക്കെ കുമ്പസാരം ഞാനാ കേൾക്കുന്നത് എന്ന് സിനിമാ ഡയലോഗുകളിലേ നിങ്ങൾ കേൾക്കുകയുള്ളൂ. അങ്ങനെ വൈദികൻ സംസാരിക്കാൻ പാടില്ല. കുമ്പസാരം എന്ന കൂദാശയുടെ പവിത്രതയ്ക്ക് നിരക്കാത്ത ഭീഷണിപ്പെടുത്തലുകളോ വിലപേശലുകളോ വൈദികരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന കർക്കശമായ നിർദ്ദേശം സഭ എല്ലാ വൈദികർക്ക് മാത്രമല്ല മെത്രാന്മാർക്കും ഉണ്ട്. എല്ലാ മെത്രാന്മാർക്കും ബാധകമാണ്. കുമ്പസാരിപ്പിക്കുന്നവരാണ് വൈദികരും മെത്രാന്മാരും എല്ലാം. എല്ലാവർക്കും ഇത് ബാധകമാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ ടീച്ചർ ചോദിച്ചതുപോലെ ഒരു വൈദികൻ കുമ്പസാരിപ്പിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈദിക വസ്ത്രം ധരിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വൈദിക വസ്ത്രം ലോവയാണ്. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറുത്ത ലോവയായിരിക്കാം, വേറെ ചിലർക്ക് ഈ വെള്ള കോളറുള്ള വൈദിക ഷർട്ടായിരിക്കാം. അത് ധരിച്ചിരിക്കണം. അതിൻ്റെ മുകളിൽ ഒരു ലത്തീൻ ആരാധനാക്രമം അനുസരിച്ചാണെങ്കിൽ ഒരു സൂർപ്ലേസ്, അതെന്ന് പറഞ്ഞാൽ പകുതി ഭാഗം വരെ എത്തുന്ന ഒരു കൊത്തീന ആൽബ് ധരിക്കണം. അതിൻ്റെ മുകളിൽ ഊറാറ ധരിക്കണം. ഇതാണ് പുരോഹിതൻ്റെ ഈ കുമ്പസാരിക്കാനുള്ള ഔദ്യോഗിക ഡ്രസ് കോഡ്. ഇനി പൗരസ്ത്യ ആരാധനാക്രമത്തിൽ ഇങ്ങനെ ഒരു സർപ്ലൈസ് ഉപയോഗിക്കുന്ന രീതിയില്ല. അതുകൊണ്ട് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് വൈദിക വസ്ത്രവും അതിൻ്റെ മുകളിൽ ഊറാറയും ധരിച്ച് ഈ കുമ്പസാരം എന്ന കൂദാശ അനുഷ്ഠിക്കണം എന്നാണ്. അത് കുമ്പസാരക്കൂട്ടിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യമായ രീതി. വിശിഷ്യ സ്ത്രീകളുടെ കുമ്പസാരം കേൾക്കുമ്പോൾ അത് കുമ്പസാരക്കൂട്ടിൽ വെച്ച് തന്നെ ചെയ്യണം എന്ന ഒരു നിർദ്ദേശമാണ് സഭ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ആണെങ്കിലും സാധിക്കുന്നിടത്തോളം കുമ്പസാരക്കൂട് ഉണ്ട് എങ്കിൽ കുമ്പസാരക്കൂട്ടിൽ വെച്ച് തന്നെ അത് കേൾക്കുക. അല്ലാത്ത സന്ദർഭങ്ങളിൽ കുമ്പസാരം എന്ന കൂദാശ ചിലപ്പോൾ ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നു, 100 അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഈ കുമ്പസാരക്കൂട് ഇവിടുന്നാണ്. അതുകൊണ്ട് കസേരകളിട്ട് കുമ്പസാരിക്കാനുള്ള സൗകര്യം ക്രമീകരിക്കാറുണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള ചില ഒഴിവുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരച്ഛൻ ഷർട്ടിട്ട് കുമ്പസാരിച്ചാൽ അത് സാധുവാകുമോ എന്ന് ചോദിച്ചാൽ ഷർട്ടല്ല കുമ്പസാരിപ്പിക്കുന്നത്, അച്ഛനാണ് കുമ്പസാരിപ്പിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് സാധുവായ പുരോഹിത പട്ടം ഉണ്ട് എങ്കിൽ, പാപം മോചിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഷർട്ടിട്ടാലും ലോവയിട്ടാലും എന്ത് ധരിച്ചാലും അദ്ദേഹത്തിന് അത് ആ കൂദാശ പരികർമ്മം ചെയ്യാം. പക്ഷേ വിശ്വാസിയുടെ ആത്മീയ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ആ കൂദാശയോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന വസ്ത്രങ്ങളിലും രീതികളിലും വേണം ഈ കൂദാശ പരികർമ്മം ചെയ്യാനെന്ന്
എല്ലാ വൈദികരോടും സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വയ്യാതെ ഒരച്ഛൻ, വീൽ ചെയറിൽ ഇരിക്കുന്ന അച്ഛനാണ്, ഒരാൾ കുമ്പസാരിക്കാൻ ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ഒരു കൈലി കൊടുത്ത് ഒരു ബനിയനും ഇട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ ചെന്ന് കുമ്പസാരിക്കാൻ ചോദിക്കും. അദ്ദേഹത്തിന് ലോവിടാനൊന്നും അന്നേരം പറ്റിയെന്നില്ല. ആ വേഷത്തിൽ അദ്ദേഹം കുമ്പസാരിപ്പിച്ചെന്നിരിക്കും. അത് സാധുവായ കുമ്പസാരം തന്നെയാണ്. പക്ഷെ അതൊക്കെ എക്സെപ്ഷണൽ കേസുകളാണ്. അല്ലാത്ത പൊതു സാഹചര്യങ്ങളിലെല്ലാം വൈദികർ ഈ പറഞ്ഞ ഡ്രസ് കോഡുകളിലൂടെ തന്നെ കുമ്പസാരിപ്പിക്കണം എന്നാണ് തിരുസഭാ മാതാവ് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നത്. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? വിനീത് സാറ് ചോദിച്ചോളൂ. വെമ്പോയിൽ നിന്നുള്ള വിനീത് സാറ്. പിതാവേ, എൻ്റെ ഒരു സംശയം ഇതാണ്. ക്രൈസ്തവ ജീവിതത്തിൽ കുംസാരക്കൂടിനുള്ള പ്രാധാന്യം എന്താണോ ഒന്ന് വിശദീകരിച്ചു തരാമോ? കുമ്പസാരക്കൂടിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ, കുമ്പസാരക്കൂടിന് അതിൽ തന്നെ വലിയ പ്രാധാന്യമില്ല. അതിനകത്ത് വൈദികൻ ഇരിക്കുകയും പാപി എന്ന് പാപം ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ കൂട് പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ക്രിസോസ്തോം പുണ്യവാൻ അതിനൊരു വിശദീകരണം പറഞ്ഞു. ദേവാലയത്തിലെ ബെത്സയിദാ കുളമാണ് കുമ്പസാരക്കൂട് എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യൻ പാപത്തിൻ്റെ തളർച്ചയിലായിരുന്നവൻ ഈ കുളത്തിലിറങ്ങി മുങ്ങുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. അതായത് കുമ്പസാരക്കൂടിൻ്റെ ഇരുവശങ്ങളിലിരിക്കുമ്പോൾ പലപ്പോഴും കുമ്പസാരം കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു ചിന്ത ഇതാണ്: ഈ കുമ്പസാരക്കൂടിൻ്റെ നേർത്ത വല സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന മതിലാണ്. അതിനു മുൻപിൽ ഒരു പാപി കണ്ണുനീരോടെ അവൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, പാപമോചനം നേടി അവൻ സമാധാനത്തോടെ തിരിച്ചു പോകുമ്പോൾ, നരകശിക്ഷയ്ക്ക് അർഹമായിരുന്ന ഒരു വ്യക്തി സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് വീണ്ടും നടക്കുകയാണ്. നരകത്തിലേക്കുള്ള വഴിക്കുള്ള ബ്ലോക്കാണ് കുമ്പസാരക്കൂട്. അവിടുന്ന് വഴി തിരിച്ചു വിടുകയാണ് സ്വർഗത്തിൻ്റെ പാതയിലേക്ക്. അതുകൊണ്ട് സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന മതിലാണ് കുമ്പസാരക്കൂട് എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നു. താങ്ക് യു പിതാവേ. ഇനി ആരാണ്? സോഫിയ ടീച്ചർ ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ സംശയം ഇതാണ്. അതായത് വളരെ വലിയ പാപബോധത്തോടു കൂടി നമ്മൾ കുമ്പസാരിക്കാൻ ചെല്ലുകയും കുമ്പസാരിച്ചതിന് ശേഷം നമുക്ക് ഒരു പൂർണ്ണ തൃപ്തി തോന്നുന്നില്ല. അതായത് കുമ്പസാരിച്ചത് ശരിയായില്ല എന്ന് തോന്നിയാൽ, ഒരുപക്ഷെ വളരെ ലഘുവായ പ്രാശ്ചിത്തം നൽകിയതുകൊണ്ടാവാം നമ്മളങ്ങനെ ചിന്തിച്ച് വീണ്ടും എനിക്ക് കുമ്പസാരിക്കണമെന്ന് തോന്നിയാൽ ഉടനെ തന്നെ കുമ്പസാരിക്കാനോ അല്ലെങ്കിൽ തുടർന്ന ദിവസങ്ങളിൽ കുമ്പസാരിക്കാനോ സാധിക്കുമോ? അത് വേണ്ടതുണ്ടോ? അത് പ്രേക്ഷകർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഒരു ചോദ്യമാണ് ടീച്ചർ ചോദിക്കുന്നത്. ഈ ഡെയിലി കൺഫെഷനുള്ള ആളുകളുണ്ടാവുമല്ലോ, നമ്മുടെ ഏത് കേൾക്കുന്നവരുണ്ടാവാം, എല്ലാ ദിവസവും കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം, വികാരിച്ചിനടുത്ത് ചെല്ലുമ്പോൾ ഇനി അടുത്ത ആഴ്ച വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ടാവാം. അപ്പോൾ ടീച്ചറുടെ ഈ ചോദ്യം അവർക്ക് കൂടി ഒരു ഉത്തരമാകട്ടെ എന്നുള്ളതാണ്. യെസ്, അതായത് ഇത് വളരെ വിവേചനാധികാരത്തോടെ ആത്മീയ പിതാക്കന്മാർ അതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അതായത് ഒരു വ്യക്തി ശരിയായ അനുതാപത്തോടെ കുമ്പസാരിക്കാൻ ആഗ്രഹിച്ച് ചെന്നു, പാപം ഏറ്റുപറഞ്ഞു. അപ്പോൾ അന്നേരം മനസ്സിൽ കരുതി വെച്ച പറയണമെന്ന് ആഗ്രഹിച്ച 2-3 പാപം പറയാൻ വിട്ടുപോയി. അതൊരു പ്രശ്നമായിട്ട് ഉടനെ ഓടിപ്പോയി പിന്നെ കുമ്പസാരിക്കേണ്ട ഓർക്കും, അയ്യോ അത് വിട്ടുപോയല്ലോ ദൈവമേ ഇനി എന്നായി എന്ന്. അങ്ങനെ വിഷമിക്കണ്ട. നമ്മൾ അനുതാപത്തോടെ ഏറ്റുപറയാൻ ബോധപൂർവം തീരുമാനമെടുത്ത പാപങ്ങൾ അവ പറയാൻ വിട്ടുപോയി എങ്കിൽ പോലും അവ ആ കുമ്പസാരത്തിൽ മോചിക്കപ്പെട്ടു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാപം മറന്നുപോയി, അത്രമേൽ ഗുരുതരവും ചാവുദോഷപരമായ, ഒരാളെ കൊന്നു എന്ന കാര്യം മറന്നു പോകാൻ പാടില്ല, അല്ലേ? ബാക്കി നന്മറിഞ്ഞവരും ചെല്ലുമ്പോൾ ഉറങ്ങിപ്പോയി, കൊന്ത ചെല്ലിയപ്പോൾ പല വിചാരം ഉണ്ടായി, ഇതെല്ലാം പറഞ്ഞു. ഒരാളെ കൊലപാതകം നടത്തി അത് പറയാൻ വിട്ടുപോയി എങ്കിൽ അതെന്താണ്? ആ വ്യക്തിയുടെ അനുതാപം ശരിയായ രീതിയിലല്ല. ശരിയായ അനുതാപമാണെങ്കിൽ ഗൗരവമുള്ള ചാവുദോഷപരമായ മാരകപാപങ്ങളെല്ലാം ഏറ്റുപറയാനുള്ള തീരുമാനമുണ്ടാകും. അത്തരം പാപങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞു. ചില പാപങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി, പറയാൻ ആഗ്രഹിച്ച് പറഞ്ഞില്ല. അത് ഈശോ ആ കുമ്പസാരക്കൂട്ടിൽ മോചിച്ചു.
നമ്മൾ ഏറ്റുപറയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളോ, നമ്മൾ പറഞ്ഞതിൽ അച്ഛന് ശരിക്കും മനസ്സിലായോ, അച്ഛൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഉപദേശമൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അച്ഛന് തിരിഞ്ഞു കാണിയല്ലായിരിക്കും ദൈവം എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ചിലർ വളരെ സ്ക്രൂപ്ലസ് ആണ്. അച്ഛാ, ഞാൻ ഇപ്പം മറ്റേ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് വന്നതാണ്, ആ മനുഷ്യനെ തിരിഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, പ്രത്യേകിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്കൊരു തൃപ്തിയില്ല. അങ്ങനെ വരുന്നതാണ്. ചിലരങ്ങനെ ഒരു സംശയപ്രകൃതിയുണ്ട്, സ്ക്രൂപ്ലസ് കോൺഷ്യൻസ് എന്ന് പറയും. സംശയപ്രകൃതി. ശരിയായോ? ഇപ്പം നിങ്ങൾക്ക് കുമ്പസാരത്തിൽ മാത്രമല്ല, അവർക്ക് എല്ലാത്തിനും സംശയം. വീട് പൂട്ടിയോ? വീട് 2 തവണ പൂട്ടി 3 തവണ വലിച്ചേച്ചിട്ടാണ് വന്നത്. എന്നാലും താഴെ എത്തിയപ്പോഴത്തേക്ക് ഒരു തോന്നല്, ദൈവമേ അത് പൂട്ടിയായിരുന്നോ? എടാ തോമാച്ച അതൊന്ന് പോയി നോക്കിയാടാ, അത് പൂട്ടിയോ, മുറി പൂട്ടിയോ എന്ന് നോക്കിയാടാ. ആ നോക്കി. നീ ഒന്നുകൂടെ വലിച്ചു നോക്കിയേ. ആ വലിച്ചു. ഇങ്ങനെ സംശയമുണ്ട്. കോഴിക്കോട് അടച്ചോ? ഭക്ഷണം കഴിച്ചോ? ആ ഭക്ഷണം കഴിച്ചോ എന്ന് സംശയമുള്ളൂ. അതുമല്ലോ അൾഷൈമേഴ്സ് ബാധിച്ചവരായിരിക്കും സാധാരണ. ഇതിങ്ങനെ ഈ സംശയപ്രകൃതികളായ വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള സംശയപ്രകൃതിക്കാരോടാണ് സാധാരണഗതിയിൽ ഈ കുമ്പസാരക്കാർ പറയുന്നത്, ആ പാപം മോചിച്ചു, ഇനി പിന്നെയും വരേണ്ട കാര്യമില്ല, നിശ്ചിത ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ഈ വ്യക്തിയുടേത് യഥാർത്ഥ സംശയപ്രകൃതിയാണ് എന്ന് കുമ്പസാരക്കാരന് ബോധ്യം വന്നാൽ കുമ്പസാരക്കാരൻ ചിലപ്പം നിർദ്ദേശിക്കും, എന്ത്, നിശ്ചിത ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയുന്നത് ആ കാരണത്താലാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ വിവേചനം വേണമെന്ന് പറയുന്നത്, വിശുദ്ധന്മാർ ദിവസത്തിൽ 7 തവണ വരെയും കുമ്പസാരിച്ചിരുന്ന വിശുദ്ധന്മാരുണ്ട്. ശരിയായ പാപബോധവും അനുതാപവുമാണ് ഒരു വ്യക്തിയെ എല്ലാ ദിവസവും കുമ്പസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് ആത്മാർത്ഥമായ ആത്മീയ വളർച്ചയെ ലക്ഷ്യമാക്കിയാണ് ഒരു വ്യക്തി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നത് എങ്കിൽ അതിനെ കുമ്പസാരക്കാർ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഒരുവിധം ഗൗരവമുള്ള ഇച്ചിരി മുഴുത്ത ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ കുമ്പസാരിക്കാൻ പാടുള്ളൂ എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതില്ല. ആധ്യാത്മിക വളർച്ചയ്ക്ക് പോഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യക്തി അടുക്കൽ കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടതും കുമ്പസാരിക്കാരനായ വൈദികൻ്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഒരേ വൈദികൻ്റെ അടുക്കൽ ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാവുന്ന ഒരു വിഷയം, കാണുന്ന എല്ലാ അച്ഛന്മാരുടെ അടുക്കൽ ഓടി പോയി കുമ്പസാരിക്കാതെ നിങ്ങളുടെ ആധ്യാത്മിക പിതാവായ ഒരു ഇടവക വികാരി ഉണ്ടാകും. പലർക്കും ഉള്ള വിഷമം എന്നാണ്, ഒരു വകയും ഒരു പരിചയവും ഇല്ലാത്തൊരു അച്ഛനെ അന്വേഷിക്കും, പറ്റുമെങ്കിൽ ചെവി കേൾക്കുകയില്ലാന്നൂടെ ഉറപ്പ് വരുത്തി വെച്ചിട്ട് പോയി കുമ്പസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഉദ്ദേശിക്കുന്ന എന്താ, ശരിക്കും നിങ്ങൾ ഒരു രോഗം വന്നാൽ ആദ്യം പോയി ഹോമിയോ മരുന്ന് മേടിച്ചു, വേറെ അപ്പുറത്ത് ചെന്ന് ഇച്ചിരി ആയുർവേദം മേടിച്ചുകൊണ്ട് വന്നു, പിറ്റേ ദിവസം പോയി ഡോക്ടറെ അടുത്ത് മേടിച്ചുകൊണ്ട്, നമ്മുടെ അലോപ്പതി ഡോക്ടറുടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അപ്പുറത്തെ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി, അതിൻ്റെ പിറ്റേ ദിവസം പോയി മെഡിക്കൽ കോളേജിലും പോയി മേടിച്ചു. ചികിത്സ ശരിയാണോ? അല്ല. നിങ്ങളെ തുടർച്ചയായി പരിശോധിക്കുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങളുടെ മറ്റ് അസുഖങ്ങളെക്കുറിച്ച് ഒക്കെ അവബോധമുള്ള ഒരു നിശ്ചിത ഡോക്ടറുടെ അടുക്കലാണ് സാധാരണഗതിയിൽ രോഗികൾ പോവുക, അല്ലേ? അപ്പോഴാണ് ആ ഡോക്ടർക്ക് കൂടുതൽ ഫലപ്രദമായി നിങ്ങൾക്ക് ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് സത്യം. ശരിയല്ലേ? അതെ. ഇത് തന്നെയാണ് കുമ്പസാരം. കുമ്പസാരം ഒരു രോഗവിമോചന കൂദാശയാണ്, അല്ലേ? സൗഖ്യദായക കൂദാശയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ഏതാണ്? ഒരേ വൈദികൻ്റെ അടുക്കൽ നമ്മളുടെ കുമ്പസാരം നടത്തുന്നതും അതുവഴി അദ്ദേഹത്തിന് നമ്മളെ ഗൈഡ് ചെയ്യാൻ, നയിക്കാൻ സാധിക്കും. ഇന്ന പ്രശ്നങ്ങൾ ഈ വ്യക്തിയിലുണ്ട്, ഈ വ്യക്തി കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ഇന്ന മേഖലയിലാണ് എന്നുള്ള ഉപദേശങ്ങൾ നൽകി നമ്മളെ ആധ്യാത്മികതയുടെ പാതയിൽ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ആധ്യാത്മിക പിതാവിനാണ്. അതുകൊണ്ട് അത്തരം വ്യക്തികളെ പ്രത്യേകിച്ച് നമുക്ക് നിരന്തരമായി കുമ്പസാരിക്കാൻ സാധിക്കുന്ന ഒരു വൈദികനെ കണ്ടെത്തി,
മിക്കവാറും അത് വികാരിച്ചൻ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കുന്നതാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഗുണകരം. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അയ്യോ ഇത് പറഞ്ഞാൽ പിന്നെ ഇനി എങ്ങനെ അച്ഛൻ്റെ മുഖത്ത് നോക്കും എന്ന്. ഒരു വൈദികനുമായി നമുക്കുള്ള ബന്ധം എന്ന് പറയുന്നത് വെറും ഒരു സുഹൃത്ത് ബന്ധമല്ല, അതൊരു ആധ്യാത്മിക ബന്ധമാണ്. അത് വൈദികരായ ഞങ്ങളും ശ്രദ്ധിക്കണം, വിശ്വാസികളായ നിങ്ങളും ശ്രദ്ധിക്കണം. വൈദികരും ദൈവജനവും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനപരമായി അതൊരു ആധ്യാത്മിക ബന്ധമാണ്. അതിന് ശേഷമേ ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. വെറുതെ കളിക്കൂട്ടുകാരല്ല വികാരിച്ചനും വിശ്വാസികളും. അങ്ങനെ പലപ്പോഴും യുവജനങ്ങളായ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും, അച്ഛൻ വളരെ അടുത്ത സുഹൃത്താണ്, അതൊക്കെ നല്ല കാര്യം. പക്ഷേ അത് നിങ്ങൾക്ക് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ തടസ്സമായി വരുന്നുണ്ട് എങ്കിൽ അത്തരത്തിലൊരു ബന്ധമല്ല നമുക്ക് വൈദികനോട് വേണ്ടത്. വൈദികൻ നമ്മളെ ഉപദേശിക്കാനും തിരുത്താനും നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരാനും നമ്മുടെ ആധ്യാത്മികമായി നേർവഴിയിൽ നടത്താനും ഉത്തരവാദപ്പെട്ട ആളാണ്. ആ ഒരു ബന്ധം വൈദികരോട്, ആധ്യാത്മിക പിതാക്കളോട് വളർത്തിയെടുക്കാൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോഴും ഒരു കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു വിശ്വാസിക്കും ഇന്ന അച്ഛൻ്റെ അടുക്കൽ ഞാൻ കുമ്പസാരിക്കുന്നില്ല, ഞാൻ വേറൊരാളുടെ അടുക്കലാണ് കുമ്പസാരിക്കുന്നത് എന്ന് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ഇടവികാരിച്ചൻ്റെ അടുക്കൽ നിർബന്ധമായും കുമ്പസാരിക്കണം എന്ന് ഒരച്ഛനും നിർബന്ധിക്കുകയല്ല. കാരണം എന്താണ്? താൻ ആരുടെ അടുക്കൽ പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുള്ളതാണ്? ഓരോ വിശ്വാസിക്കും ഉള്ളതാണ്. അത് നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങൾക്ക് വിനിയോഗിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത്, കൂടുതൽ ആധ്യാത്മിക വളർച്ചയ്ക്ക് സഹായകമാകുന്നത് ഒരു നിശ്ചിത കുമ്പസാരക്കാരനെ കണ്ടെത്തി ആ വ്യക്തിയുടെ അടുക്കൽ പോയി കുമ്പസാരിക്കുന്നതാണ്. ആണ്ടുകുമ്പസാരം ആത്മസ്ഥിതി പുസ്തകത്തെ രേഖപ്പെടുത്തണം. വികാരിച്ചിൻ്റെ അടുക്കലല്ല കുമ്പസാരിച്ചത് എങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, ഞാൻ ഇന്ന പള്ളിയിൽ പോയി പെസഹ കുമ്പസാരം നടത്തി എന്ന് പറഞ്ഞാൽ അച്ഛൻ അത് വിശ്വസിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. ബിജു സാറ് ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. ഒരു പിതാവെ, നല്ല കുമ്പസാരത്തിന് ശേഷം കിട്ടുന്ന പാപമോചനത്തെക്കുറിച്ചൊക്കെ പിതാവ് പറഞ്ഞു, ഞങ്ങൾക്കത് വ്യക്തമായി. പക്ഷെ ഒരു കാര്യം, നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി നല്ലൊരു ഒരുക്കം ആവശ്യമുണ്ടോ? അതേ ഓടി വന്നങ്ങ് കുമ്പസാരിച്ച് അച്ഛനോടെല്ലാം പറഞ്ഞിട്ടങ്ങ് പോയാൽ മതിയോ? അത് നല്ല കുമ്പസാരത്തിന് നല്ലൊരു ഒരുക്കം ആവശ്യമുണ്ടോ, മുന്നൊരുക്കം ആവശ്യമുണ്ടോ എന്നൊരു. തീർച്ചയായും കുമ്പസാരത്തിന് ഒരുക്കം വേണം. ആ ഒരുക്കമാണല്ലോ നമ്മൾ നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. ഏതൊക്കെയാണ്? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണം. അത് മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ട ഒരു പ്രക്രിയയാണ്. ഒരാൾ ഇപ്പോൾ അച്ഛൻ ഏതൊക്കെയാലും ചുമ്മാ ഇരിക്കുവാണല്ലോ എന്ന് വിചാരിച്ച് കുമ്പസാരിക്കാൻ വരുന്ന ചേട്ടത്തിമാരുണ്ട്. ചില ചേട്ടത്തിമാർ ഞാൻ ഇടവകയിൽ ഇരുന്നപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചില അമ്മച്ചിമാർ, അച്ഛാ സുഖമാണോ? അതെ, ചുമ്മാ ഒരു പാപമോചനം തന്നേക്ക് അച്ഛോ, ഏതൊക്കെയാലും അച്ഛൻ ചുമ്മാ ഇരിക്കുമല്ലേ, ഒരു പാപമോചനം അങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞൊരു ആശീർവാദം മേടിക്കാൻ വരുന്ന അമ്മച്ചിമാരുണ്ട്. അങ്ങനെ പോകേണ്ട ഒരു സ്ഥലമല്ല കുമ്പസാരക്കൂട്. മറിച്ച് കുമ്പസാരക്കൂട്ടിൽ ശരിക്കും ഒരുങ്ങി അതാവശ്യമുണ്ട് എന്ന് നമ്മുടെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ചെല്ലണം. ചെന്ന് നമ്മുടെ പാപങ്ങൾ, കഴിഞ്ഞ കുമ്പസാരം മുതൽ ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറവുകളെക്കുറിച്ച് ശരിക്ക് ഓർമ്മിച്ചെടുത്ത് കുമ്പസാരിക്കണം. എല്ലാം ഓർത്തിരിക്കുമെന്നുള്ള ഭയമുള്ളവർ ചിലർ എഴുതിക്കൊണ്ട് വരുന്നവരുണ്ട്. എഴുതിക്കൊണ്ട് വരണമെന്ന് ഒരു നിർബന്ധവും ഉള്ളതല്ല. എഴുതി കൊണ്ടുവന്ന് കുമ്പസാരിക്കണമെന്ന് ആരെയും നിർബന്ധിക്കാനും പാടില്ല. പക്ഷേ അത് നിങ്ങൾക്ക് നല്ല കുമ്പസാരം നടത്താൻ അത് സഹായകം ആകുന്നുണ്ട് എങ്കിൽ അപ്രകാരമുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഒരുങ്ങി അനുതപിച്ച് കുമ്പസാരിക്കുക. അതുപോലെ ദൈവസ്നേഹത്തിന് വിരുദ്ധമായിട്ടാണല്ലോ ഞാൻ പ്രവർത്തിച്ചത്, എൻ്റെ ദൈവം ഞാൻ ഇത്രയും പാപം ചെയ്ത നാളുകളിലും എന്നെ എത്ര കരുതലോടെയാണ് നോക്കിയത്, വളർത്തിയത്, അതിനെക്കുറിച്ച് ധ്യാനിക്കണം. തീർച്ചയായും അതെല്ലാം ഈ ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ഇനി മേലാൽ ഈ തെറ്റിലേക്ക് പോകാതിരിക്കാൻ ഞാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ള വിചിന്തനം, അതും കുമ്പസാരത്തിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എങ്ങനെയാണ് പാപം ഏറ്റുപറയേണ്ടത്, അതിനെ ഒന്ന് ക്രമീകരിക്കുക, അതും കുമ്പസാരത്തിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ ഒരുങ്ങിയ ശേഷം വേണം കുമ്പസാരിക്കാൻ വരാൻ.
താങ്ക് യു പിതാവേ. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരിൽ ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കുട്ടികളും ഉണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത്. കുട്ടികളുടെ കൂടെ ജോലി ചെയ്യുമ്പോഴും അവരുടെ കൂട്ടത്തിലൊക്കെ ആയിരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അടുത്ത കുട്ടികൾക്ക് കുമ്പസാരത്തെ പേടിയോടുകൂടിയാണ് കുട്ടികളൊക്കെ സമീപിക്കുന്നത് പലപ്പോഴും. എന്താണ് കുമ്പസാരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് പേടി തോന്നുന്നു എന്ന് പറയുന്നു. പിന്നീട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തെറ്റ് എന്ന് പഠിപ്പിക്കുകയും അത് ഏറ്റുപറയേണ്ടതാണെന്ന് പറയുകയും ചെയ്യുന്ന പാപപ്രവർത്തികൾ അവരുടെ അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികൾ അത് വളരെ ലാഘവത്വത്തോടെ ചെയ്യുകയും അതൊരു തെറ്റാണെന്നുള്ള തോന്നലില്ല ജീവിക്കുകയും ചെയ്യുന്നു, അക്രൈസ്തവരായിട്ടുള്ളവർ. അപ്പോൾ അവർ പറയുന്നത്, നമ്മുടെ കുട്ടികൾ പറയുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ഈ പഠനം ഒരുതരം കുറ്റബോധം സൃഷ്ടിക്കാനല്ലേ, ഇതൊന്നൊക്കെ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ മറ്റുള്ളവർ നടക്കുന്നല്ലോ, നമുക്ക് മാത്രമേ ഇത് പാപമുള്ളൂ. അതുകൊണ്ട് ഈ ആലോചിച്ച് ഞാനത് ചെയ്തല്ലോ, എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയല്ലോ, ഞാൻ പാപിയാണല്ലോ എന്നൊക്കെ ആലോചിച്ചാൽ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളിലും ഒരുതരം ഗ്ലൂമി ആയി പോവുകയും സഭയോടും സഭാകാര്യങ്ങളോടും കൂദാശ ജീവിതത്തിൽ അകന്നു പോകാനൊരു കാരണം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പിതാവ് നമ്മുടെ വത്സല കുഞ്ഞുങ്ങളോടുകൂടെ ഈ കുമ്പസാരത്തിൻ്റെ കൂദാശ ജീവിതത്തിലുള്ള സന്തോഷവും അതിനെ സ്നേഹപൂർവ്വം കാണണം എന്നുള്ളൊരു കാര്യം കൂടി പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അച്ഛൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പലപ്പോഴും പല യുവജനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളിൽ ഇങ്ങനെ അനാവശ്യമായ പാപബോധം, കുറ്റബോധമൊക്കെ ജനിപ്പിക്കുന്നു. അതേസമയം ഞങ്ങളുടെ പ്രായത്തിലുള്ള ഇതര മതസ്ഥരൊക്കെ വളരെ മനസമാധാനത്തോടെ ജീവിക്കുന്നു. ഞങ്ങളുടെ മനസമാധാനം എന്തിനാ അച്ചോ കളയുന്നത് എന്ന് ചോദിക്കുന്ന അവർ മോശക്കാരൊന്നുമല്ല, അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുമ്പസാരത്തിലൂടെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് പുണ്യത്തിൻ്റെ വഴിയിൽ നാം നടന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫലം ഇപ്പോൾ എല്ലാം തുല്യമായിരിക്കും. പക്ഷെ അത് കിട്ടാൻ പോകുന്ന ഫലം എന്ത് എന്ന് നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഈശോയുടെ വിധിയുടെ സമയത്താണ്. അവിടുന്ന് നമ്മെ വിധിക്കുമ്പോൾ പാപമോചനം നേടിയതിൻ്റെ മഹത്വം, അതിൻ്റെ വ്യത്യാസം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്ന അപ്പോഴാണ്. ഇനി രണ്ടാമതായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ അനാവശ്യ കുറ്റബോധങ്ങൾ ആവശ്യമില്ല. ഇത് കുറ്റബോധത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുക. പാപബോധമാണ് നമുക്ക് ആവശ്യം. കുറ്റബോധം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ ഒരു ഈഗോയെ തൊടുന്ന വിഷയമാണ്. എൻ്റെ സൽപ്പേര്, എൻ്റെ മഹത്വം, എൻ്റെ നേട്ടം, അതിനെയൊക്കെ ബാധിക്കുന്ന എന്തോ കാര്യമായി ഇത് വിശദീകരിക്കപ്പെടുമ്പോഴാണ് അത് കുറ്റബോധമാണ്. മറിച്ച് എൻ്റെ ദൈവം എത്രയോ നല്ലവനാണ്, ആ തമ്പുരാനോട് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, തീർച്ചയായും ഞാനത് തിരുത്തേണ്ടതല്ലേ എന്ന് ചിന്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധം തിരികെ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്നത്, അത് ഒരു വ്യക്തിത്വത്തിൽ വൈകല്യമല്ല, കൃപയാണ് നൽകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ അപ്പനോട് നിങ്ങൾ പ്രായപൂർത്തിയായ ആൺമക്കൾ വഴക്കുണ്ടാക്കി, ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അപ്പനും ഭയങ്കര സങ്കടമായി, പോയി വീട്ടിലിരുന്നപ്പം നിങ്ങൾക്കും ഭയങ്കര വിഷമമായി. ഭാര്യയോട് പറഞ്ഞു, എൻ്റെ അപ്പനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു. ഭാര്യയ്ക്ക് ബോധമുള്ളതാണെങ്കിൽ അവൾ പറയും, എൻ്റെ മനുഷ്യൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ ചെല്ല് അപ്പൻ്റെ അടുത്ത് എന്ന് ക്ഷമ പറഞ്ഞ് അനുരഞ്ജനപ്പെട്ടു വായു. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് അനുരഞ്ജനപ്പെട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. അതാണ് കുമ്പസാരത്തിലൂടെ സംഭവിക്കേണ്ടത്. അല്ലാതെ നമ്മൾക്കൊരു അനാവശ്യ കുറ്റബോധമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വൈകല്യം, ഒരു കൃപയുടെ കുറവ്, അല്ലെങ്കിൽ ഒരു രോഗം, ആത്മാവിൻ്റെ ഒരു രോഗം, അതാണ് പാപം. അത് ചികിത്സിക്കപ്പെടേണ്ടതാണ്. മറ്റുള്ളവർക്ക് ക്യാൻസർ വന്നിട്ട് അവരത് ആരോടും മിണ്ടാതെ വെച്ചുകൊണ്ടിരുന്നു. ഞാൻ മാത്രം എന്തിനാ ഈ ക്യാൻസറിന് ചികിത്സിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? യെസ്, അത് രോഗമാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ് എങ്കിൽ, അത് സുഖപ്പെടുത്തേണ്ടതാണ് എങ്കിൽ അതിനുള്ള വഴി പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിന് ഈശോ കണ്ടെത്തി തന്ന മാർഗമാണ് പരിശുദ്ധ കുമ്പസാരം എന്ന
കൂദാശ. ആ കൂദാശ കുമ്പസാരിപ്പിക്കുന്ന വൈദികരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ അവരോട് ഏറ്റവും കരുതലോടെയും കരുണയോടെയും വീണ്ടും കുമ്പസാരിക്കാൻ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുമുള്ള സമീപനങ്ങൾ കുഞ്ഞുങ്ങളോട് ബഹുഭൂരിപക്ഷം വൈദികരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നല്ല പങ്കു കുഞ്ഞുങ്ങളും യുവജനങ്ങളും കുമ്പസാരിക്കുന്നത്. അപൂർവമായ ചില പേടിപ്പിക്കലുകൾ, ഓടിക്കലുകൾ ഒക്കെ കുമ്പസാര കൂട്ടിലുണ്ടായ ചിലപ്പോൾ അവർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തോന്നാം. അത് ഒഴിവാക്കാൻ എല്ലാ വൈദികരും ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് ഇതര മതസ്ഥർക്ക് ഇല്ലാത്തത് ഞങ്ങൾക്ക് എന്തിന് എന്നൊരു ചോദ്യം നമ്മളാരും ചോദിക്കരുത്. കാരണം എന്താണ്? ഇതര മതസ്ഥർക്ക് ഈശോമിശിഹായിലൂടെ കിട്ടിയ രക്ഷയെക്കുറിച്ച് അറിവില്ല. അതേസമയം നമുക്ക് ആ രക്ഷ അറിയാനും അനുഭവിക്കാനും നിത്യതയോളം സ്വന്തമാക്കാനും ദൈവം അനുഗ്രഹം തന്നപ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. പിതാവേ, നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഒട്ടേറെ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മളുടെ അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വിശ്വാസ ജീവിതത്തിൽ പുലർത്തുന്ന കാര്യമാണിത്, നല്ലൊരു കുമ്പസാരം നടത്തുക എന്നുള്ളത്. മതാധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതുമാണല്ലോ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നല്ലതാണ്. ഇവരുടെ മറ്റുള്ള ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം നമ്മുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടെത്താം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും മനോഹരമായ ഉത്തരം നൽകി നമ്മോടൊപ്പമായിരുന്ന അഭിനയ ജോസഫ് പാമ്പ്ലാനി പിതാവിന് ഈ പ്രോഗ്രാമിൽ ശാലോം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ സംശയങ്ങൾ ചോദിക്കുകയും മനോഹരമായി ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്ത വെമ്പുവ ഹോളി ക്രോസ് ദേവാലയത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകരായിരുന്നു നിങ്ങളാണ്. നിങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇതേ വിഷയവുമായി നമ്മൾ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും. നമ്മുടെ സംശയങ്ങൾക്കെല്ലാം വീണ്ടും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. സികാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.